അനുഷ്ഠിക്കുകയാണ്. മാത്രമല്ല KCDCയുടെ കേരള സംസ്ഥാനത്തിലെ KLCയുടെ സ്റ്റേറ്റ് ഡയറക്ടറായിട്ട് കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്ന വളരെ അർത്ഥസമ്പൂർണമായ ഒരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. ആരാണ് യഥാർത്ഥത്തിൽ അന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ വിവിധ വർഷങ്ങൾ, ചരിത്രപരമായ ഘട്ടങ്ങൾ നമ്മൾ നിരത്തി വെച്ച് നമ്മെ ബോധ്യപ്പെടുത്തി. പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിലുള്ള ഒരു അമ്മയാണ്. മറ്റെല്ലാ അമ്മമാരും അനുകരിക്കേണ്ട ഒരു മാതൃത്വ ശുശ്രൂഷ അത് പരിശുദ്ധ അമ്മയുടേതാണ്. അതുകൊണ്ട് തിരുനാൾ ആഘോഷത്തിന്റെ അവസരത്തിൽ നമ്മുടെ മാതാക്കള് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും സുന്ദരമായ ഉദാത്തമായ ജീവിത മാതൃക അനുകരിച്ച് ജീവിതവും സമൂഹത്തെയും ധന്യമാക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്ന സന്ദേശം വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ബോധ്യങ്ങളിൽ ഉറപ്പിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം നൽകുകയുണ്ടായി. സ്നേഹം നിറഞ്ഞ യേശുദാസ് പരമയുടെ അച്ഛന് പ്രസിഡന്റിയുടെയും പബ്ലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും ദർശന സമൂഹത്തിൻ്റെയും ഇടവക സമൂഹത്തിന് മുഴുവനെയും ഇവിടെയുള്ള വൈദികരുടെ പേരിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തലാണ്. ഇന്നത്തെ ബലി ഭക്തിപൂർണ്ണമാക്കി തീർക്കാൻ നമ്മെ സഹായിച്ചത് അടുത്ത വർഷത്തെ പ്രസിഡന്റ് ശ്രീ വൈലാശ്ശേരി ജോർജ് ജേക്കബിൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ്. ഭജന പ്രഘോഷണവും വിശ്വാസ പ്രാർത്ഥനയും കാഴ്ചവയ്പും എല്ലാം നടത്തിയത് അവരാണ്. അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അവർക്ക് പ്രത്യേകമായ നന്ദിയും അഭിനന്ദനവും നേരുന്നു. അതോടൊപ്പം അടുത്ത വർഷം തിരുനാൾ ആഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തെ കർത്താവ് പ്രത്യേകമായ സംരക്ഷണയിൽ തൻ്റെ അമ്മയുടെ മാതൃത്വ ശുശ്രൂഷയിൽ എന്ന് കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്നു. ഈ തിരുനാൾ ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുവാനായിട്ട് മുൻകൈയെടുത്തിരിക്കുന്ന ഈ വർഷത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ TP ജോസഫ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ തിരുനാളിന് വേണ്ടി എല്ലാ ഒരുക്കവും ചെയ്ത കൊമ്പ്രേരിയ അഡ്മിനിസ്ട്രേറ്ററുകൾ, കൊമ്പ്രേരിയ അംഗങ്ങൾക്കും ദർശന സമൂഹത്തിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അവരവരെ പരിശുദ്ധ സമൃദ്ധമായ തിരയിലേക്ക് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ ഭക്തിശാന്തമാക്കി തീർക്കാൻ നമ്മെ സഹായിച്ച ജോലിയുടെ നേതൃത്വത്തിന് അക്വരങ്ങൾക്ക്, എല്ലാ ഗായകർക്കും, കലാകാരന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്ന കൂടാതെ തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കി ഭംഗിയായി നിർവഹിച്ച് കപ്പ്യാരിന് ചെന്നതോർക്കും അത്താഴപാലന്മാർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്ന ഇന്നത്തെ അഭിനന്ദിനാവിൻ്റെ ജീവിതത്തിൽ ആഘോഷത്തിന് സഹായിച്ച അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ദേവിദച്ചന് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാ ഒരുക്കവും അദ്ദേഹം ചെയ്ത് കൂടെ നിന്ന് ദേവിയിലേക്ക് പ്രതിബദ്ധമായി തീർക്കാൻ സഹായിച്ച സെക്രട്ടറി അച്ഛന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ജീവിതത്തിലേക്ക് സഹമാർഗീയത്വം വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട വച്ചന്മാരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കൂടാതെ ഇടവകയിലെല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന കൈകാര്യന്മാരെയും ബഹുമാനപ്പെട്ട സഹോദരിമാരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ ഇന്നത്തെ രീതിയിൽ പങ്കുചേർന്ന നമ്മളെല്ലാവരെയും അഭിനന്ദിക്കുകയും പരിശുദ്ധ അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബലിക്ക് ശേഷം ലിത്തുനിയ ഉണ്ട്. അതിനുശേഷം ശേഷമാണ് തിരുക്കർമ്മങ്ങൾ അവസാനിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവപാപമാലിന്യത്തിൽ നിന്ന് സവിശേഷം കാത്തുരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യകൂദാശ വഴി ഉത്ഭവപാപത്തിന്റെ ദുരന്ത ഫലങ്ങളിൽ ഞങ്ങളെ മോചിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടല്ലേണമേ.
കർത്താവ് നിങ്ങളോടുകൂടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വത്താൽ മാനവവംശത്തെ കാരുണ്യപൂർവ്വം വീണ്ടെടുക്കുവാൻ തിരുവുള്ളമുണ്ടായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവാധീശനായ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുവാൻ അർഹയായ പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ്യം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. അമലോത്ഭവമാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആത്മീയ ആനന്ദവും സ്വർഗീയ ആനന്ദവും സംപ്രാപിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നമേകുകയും എന്നും നിലനിൽക്കുകയും ചെയ്യട്ടെ. ദിവ്യപൂജ സമാപിച്ചു.
പ്രിയരെ, ഇത് നമ്മുടെ ഇടവഴിക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ്. പരാഷ്ട്ര രൂപതയിലോ മറ്റടുത്ത രൂപതകളിലോ ഒന്നും ഇല്ലാത്തൊരു സംവിധാനമാണ്. അപ്പോൾ ഈ സംവിധാനത്തിൽ അന്നാണ്ട് മുന്നാണ്ട് എന്നാൽ ഈ വർഷത്തെ അടുത്ത വർഷത്തെ പ്രസിഡന്റുമാരെ മറ്റ് ഒഫീഷ്യാൽമാരെയൊക്കെ അഭിനന്ദിക്കുകയാണ്. ഇടവ സമൂഹത്തിൻ്റെ പേരിൽ, ഈ കൊമ്പ്രേരിയ സമൂഹത്തിൻ്റെ പേരിൽ. കൊമ്പ്രേരിയ സമൂഹം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ വാത്സല്യം നിറഞ്ഞ മാതൃകാപരമായ ജീവിതം നയിക്കുമെന്ന് സ്വയം സമർപ്പണം ചെയ്ത സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ പേരിൽ ഈ വർഷത്തെ തിരുനാൾ ആഘോഷിക്കുന്ന പ്രസിഡന്റിയെയും മറ്റ് ഒഫീഷ്യാളന്മാരെയും അതുപോലെ അടുത്ത വർഷം തിരുനാൾ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിച്ച പ്രസിഡന്റിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒഫീഷ്യൽമാരെ ആദരിക്കുക. ഈ വർഷം വളരെ ഭംഗിയായിട്ട് തിരുനാൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു, നല്ല കാലാവസ്ഥ തന്നു, എല്ലാ കാര്യവും വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. ഈ ദൈവാലയവും അതിൻ്റെ പരിസരങ്ങൾ ഭക്തിയോടുകൂടി തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ സവിശേഷമായ കൃപാകടാക്ഷവും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും നിറഞ്ഞതാണ്. അതുപോലെ തന്നെ വരുന്ന വർഷത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ അമരോത്സവ തിരുനാൾ ഒത്തിരിയേറെ അനുഗ്രഹപൂർണ്ണമായി തീരാൻ പ്രത്യേകം അതിന് ഭാഗ്യം ലഭിച്ച അടുത്ത വർഷത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ വയലാശ്ശേരി ജോർജ് ജേക്കബിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒഫീഷ്യൽമാരെയും ഈ വർഷം തിരുനാൾ ആഘോഷിക്കുന്ന പ്രസിഡന്റ് ബഹുമാന്യനായ ടി.പി. ജോസഫ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും കൂടെയുള്ള ഒഫീഷ്യൽമാരെ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിൻ്റെ സവിശേഷമായ കരുതലുള്ള സ്നേഹം, സംരക്ഷണം എന്നും കൂടുതൽ ഈ കുടുംബങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു കുടുംബത്തെ ഒരു പ്രത്യേകമായ രീതിയിൽ ദൈവം ഏറ്റെടുക്കുകയാണ്. സവിശേഷമായ ശ്രദ്ധ ദൈവത്തിൻ്റെതുണ്ടാകും, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. ആ കുടുംബാംഗങ്ങൾ ഒരു പ്രത്യേക പരിരക്ഷണ വലയത്തിലാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരുതലുള്ള സാന്നിധ്യത്തിൻ്റെ പരിരക്ഷണത്തിലാണ്. അങ്ങനെയുള്ള അനുഗ്രഹം ഈ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഇടവക സമൂഹത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്ന പുതുതായി തിരഞ്ഞെടുത്ത അവരോധിച്ചിരിക്കുക. നിങ്ങൾ കണ്ടായിരിക്കും അതിൻ്റെ തിരുക്കർമ്മങ്ങൾ. ആദ്യം ഒരു കിരീടം വയ്ക്കുന്നു. കിരീടം മഹത്വപൂർണമായ പരിശുദ്ധ അമ്മയുടെ ആ മഹത്വത്തിന് പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ബോധ്യമാണ് നൽകുന്നത്. അതോടൊപ്പം ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് യോജിച്ച മകനായി മക്കളായിട്ട് ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു അത് സഭ അംഗീകരിക്കുന്ന ഭാഗമാണ് കിരീടം വയ്ക്കുന്നത്. അതിനുശേഷം തിരി കൊടുത്തു. തിരി കാണിക്കുന്നത് കത്തി ഒന്നുമില്ലാതായിത്തീരുന്ന, ഇന്ന് ബഹുമാനപ്പെട്ട യേശുദാസിന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്വയം ഇല്ലാതായി മറ്റുള്ളവരുടെ സന്തോഷം, സമാധാനം, ഐശ്വര്യത്തിന് വേണ്ടി ജീവിക്കും എന്ന സഭാ സമൂഹത്തിൽ പ്രതിജ്ഞ എടുക്കുന്നതിന് പ്രതീകമാണ് തിരി. തിരി കത്തി ഇല്ലാതായിത്തീരുന്നു, പ്രകാശം വരുത്തുന്നു, ചൂട് വരുത്തുന്നു. ഇതുപോലെ സ്നേഹത്തിൻ്റെ ഊഷ്മളമായ ചൈതന്യം, വിശ്വാസത്തിൻ്റെ ചൈതന്യം ചുറ്റും പരത്തിക്കൊണ്ട് സ്വയമേധ ഇല്ലാതായിത്തീരുന്ന ഒരു ജീവിതക്രമത്തിന് ഉടമയായിട്ട് തീരും എന്നാണ് പ്രഖ്യാപിക്കുന്നത്. മൂന്നാമത് പരിശുദ്ധ അമ്മയെ ചുംബിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് സവിശേഷമായ ഇത് അർപ്പണം ചെയ്യേണ്ട അടയാളമാണ്. മൂന്നാമത് ആനാം വെള്ളം തളിച്ചു. ശിരസില്, രണ്ട് തോളില് ശിരസ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നു, ചിന്താധാരയെ നിയന്ത്രിക്കുന്നു, പ്രവർത്തന ശേഷിയെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ദൈവത്തിന് വിധേയമായിട്ട് എൻ്റെ ദൈവം തന്ന ഇതെല്ലാം ഞാൻ വിനിയോഗിക്കും ദൈവത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുക. രണ്ട് തോളുകൾ അത് പ്രവർത്തനക്ഷമതയിലാണ്, കൈകളിൽ കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതെല്ലാം ദൈവമഹത്വത്തിനും എൻ്റെ സഹോദരങ്ങളുടെ ഉന്നമനത്തിനുമായി സമാധാനം, ഐക്യം, സ്നേഹം, പ്രത്യാശ ഇതിലേക്ക് അവർ വളർത്തിക്കൊണ്ടുവരുവാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കും എന്നാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പ്രസിദ്ധേന്ത്യ വാഴ്ച, ഒഫീഷ്യൽമാരുടെ വാഴ്ച ഓരോ വർഷവും ചെയ്യുന്നത് ഈ വിധത്തിലുള്ള ഒരു പ്രതീകാത്മകമായ സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ തിരുനാൾ കുറേ ബാഹ്യമായ മോഡിയിൽ അവസാനിക്കുന്ന പ്രത്യേക ജീവിതം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് തിരഞ്ഞെടുത്തവരും ഇപ്പോൾ
ഈ തിരിക്കർമ്മങ്ങൾ നേതൃത്വം നൽകുന്നതുമായ പ്രസിഡന്റുമാരെയും ഒഫീഷ്യാളന്മാരെയും ദൈവം പൂർവാധികമായി അനുഗ്രഹിച്ച് സംരക്ഷിച്ച് തൻ്റെ സാന്നിധ്യത്താൽ അവരുടെ ജീവിതവും അവർ വഴിയായി ഈ ഇടവക സമൂഹത്തിൻ്റെ ജീവിതവും കൂടുതൽ ഭാസുരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഓരോരുത്തരും നേരുന്നു. പ്രത്യേകിച്ച് കൊമ്പ്രേരിയ അഡ്മിനിസ്ട്രേറ്റർ, കൊമ്പ്രേരിയ അംഗങ്ങൾക്ക് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നവരാണ്. മാസങ്ങളോളം ഒരുക്കമാണ് തിരുനാൾ ആഘോഷത്തിന് വേണ്ടി. അപ്പോൾ അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തിൽ, അനുഗ്രഹത്തിൽ എന്നും നിലനിർത്തട്ടെ, കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വളരെ പഴക്കമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഓഫീസർമാർ, അതായത് പ്രസിഡന്റ്, പ്രസിഡന്റ്, കളക്ടർ, സുഖമാൻ, ഇവർ പണിയിലെ സ്റ്റാഫിനും മറ്റും സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പതിവാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യമായി പ്രസിഡന്റിനെ Glory.